Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന cabbage thoran ആട്ടോ. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു cabbage-ന് ഒരു പ്രത്യേക ഒരു സ്മെൽ ഉണ്ടല്ലോ. അതൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1 കിലോ cabbage. ഇനി ഇതിനൊരു അരപ്പുണ്ടാക്കണം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്ന അരമുറി തേങ്ങ. എരിവിന് കാന്താരി മുളകാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പോൾ കാന്താരി മുളകിൻ്റെയൊക്കെ സീസൺ അല്ലേ, അപ്പോൾ ഞാൻ അതുകൊണ്ട് കാന്താരി മുളകാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എരിവിന് ആവശ്യമുള്ള ചേർക്കാം. ഈ കാന്താരി മുളകില്ല എന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ജീരകം, ഇത് ചെറിയ ജീരകമാണ് കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ഉള്ളി, ഒരു ചെറിയ വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. എന്നുവെച്ചാൽ ഒരുപാട് അരഞ്ഞു പോകണ്ട, ഒന്നൊരു ക്രഷായാൽ മാത്രം മതി. ഇത് മിക്സിയിലിട്ടാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കിയിട്ട് അപ്പോൾ തന്നെ ഓഫാക്കിയെടുക്കാം. അതല്ല കല്ലിലാണ് അരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ അമ്മി ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറത്തു കൂടെ ഒന്ന് ഓടിച്ചാൽ മാത്രം മതി. ഒരുപാടപ്പോൾ നമ്മളിത് അവിയലിനൊക്കെ അരയ്ക്കുന്ന പോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാട്ടോ ഇതിൻ്റെ പരുവം. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കിയെടുത്തേക്കുമോ. ഒരുപാട് അരിഞ്ഞു പോയിട്ടില്ല, എന്നിട്ട് അത് അരിഞ്ഞിട്ട് കൊണ്ട് താനും ആ ഒരു പരുവത്തിലാണേ. നമുക്ക് ക്യാബേജ് ഒന്ന് അരിഞ്ഞെടുക്കാം. ക്യാബേജ് അരിയുമ്പോൾ നല്ല പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. പിടിച്ചിട്ട് കൂട്ടി പിടിച്ചിട്ട് ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം ഞാനിത് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണക്ക് കുഞ്ഞു കുഞ്ഞു പീസായിട്ടാട്ടോ മുറിച്ചേക്കണത്. ഞാൻ ആ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാബേജ് ഒരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഈ ക്യാബേജിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ക്യാബേജ് വേകാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ക്യാബേജ് വേകാൻ അധികം വെള്ളം ചേർക്കണ്ട. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാട്ടോ ഒഴിച്ചേക്കണത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ ഈ ചട്ടി സ്റ്റൗവിലോട്ട് മാറ്റിയിട്ടുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ഫുൾ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം ഒന്ന് ആദ്യമേ ഒന്ന് തിളച്ച് വരണം. തിളച്ചതിന് ശേഷം നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളമാട്ടോ ഒഴിച്ചത്. പക്ഷേ ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങിയേക്കുന്നതുണ്ടോ. ഇത് നല്ലൊരു പിഞ്ച് ക്യാബേജായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയേക്കുന്നതാണ്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് സമയത്തേക്ക്. അടച്ചു വെക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. കൂടാതെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് നല്ല ലോ ആക്കി വെക്കാം. ഇപ്പം എന്തായാലും നോക്കാം. ഇതാ ക്യാബേജിലെ വെള്ളമൊക്കെ നല്ലതായിട്ട് വറ്റി. നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് വറുത്തിടണം. ഈ വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഒരു ഉള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു വറ്റൽ മുളക്, അത് 2ആയിട്ട് പൊട്ടിച്ചിടാം. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി ഒരു ചെറിയ ബ്രൗൺ കളറാവണം, അതുവരെ ഇതൊന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ക്യാബേജ് ചേർക്കാം. ഈ ക്യാബേജിൽ ഈ വെള്ളം നന്നായിട്ടൊന്ന് പോകണം കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെള്ളം പോയി കഴിയുമ്പോൾ ഇത് നന്നായിട്ട് വിട്ട് വരും. അതുവരെ ഇതിൻ്റെ അകത്തൊന്ന് കിടക്കണം.
ഈ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വെള്ളം വറ്റിച്ചെടുത്ത് വെച്ചാൽ മതി. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങ് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതായിട്ട് എല്ലാം ഉലർന്ന് വരുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യലായിട്ടുള്ള ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.